തല്ല്, അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ, അതല്ലേ നടക്കുന്നു. എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ? നിങ്ങൾക്കറിയാം, അറിയാം. 50 ലക്ഷത്തോളം അല്ല, 50 ലക്ഷത്തോളം അല്ല. നേരത്തെ എത്രയായിരുന്നു? വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു കണ്ടല്ലോ. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടല്ലോ. ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത. ഇവിടെ ഒരു നവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന് പോയി, പിന്നെ അതിന്റെ ഭാഗമായിട്ട് അണിനിരഞ്ഞൊരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചു. ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ആശ്ചര്യമില്ലല്ലോ. തല്ല്, അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ, അതല്ലേ നടക്കുന്നു. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാ ദിവസവും പറയല്ലേ. അപ്പോഴും അടി 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 എന്നല്ലേ. ബസ്സിന്റെ മുന്നിൽ ചാടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ സംരക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത്. ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട. അതായത് നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യം, ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് കൂടിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ പ്രതിസന്ധിയിലായിക്കൂടാ, നാടിന്റെ ഭാവി തകർന്നുകൂടാ. നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നത്. എല്ലാ ആളുകളും ഭേദചിന്തയില്ലാതെയാണ് അണിനിരന്നിട്ടുള്ളത്. 10,000 ഇതിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. ആ 10,000 അണിനിരന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായിരുന്നു. അത് വസ്തുതയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി. പക്ഷെ പറയാൻ അവർ നിർബന്ധിതയായി. അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ കൊടുക്കുന്നു എന്ന് പറയാനും അവരും നിർബന്ധമായി. ഇതെല്ലാം ഒരു മാറ്റമാണ്. പക്ഷേ നാം കാണേണ്ടത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്താണ്. ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 36 ദിവസവും പ്രകടമാകുന്നത്. ജനലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി അണിനിരന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും. അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിന്റെ വലിയ തോതിലുള്ള അണിനിരക്ക്. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, ഇതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയൊക്കെ കാണേണ്ടതുള്ളൂ. അത് അവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണ്. ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയോ? നിങ്ങൾക്കറിയാം, അറിയാം. 50 ലക്ഷത്തോളം അല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ. അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. ഓരോ പടി ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ. കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പൊ നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ല. ആ 1600 രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് 62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത്? എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്? അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്? അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരം കാര്യങ്ങൾ. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും. ബാക്കി നമുക്ക് പിന്നീടാകാം. നമ്മളിതോടെ കാണാൻ തീരുന്നില്ല, പിന്നെയും കാണുമല്ലോ.